ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മെഷർമെൻ്റ് ഇല്ലാതെ ഒരു ചുരി ബോട്ടം എങ്ങനെ തയ്ച്ചെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് 2 മീറ്ററിൻ്റെ തുണിയാണ് കേട്ടോ. മിനിമം ഒരു 2 മീറ്ററെങ്കിലും ചുരി ബോട്ടം തയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. ഇനി നമുക്കിത് രണ്ടായിട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രോസായിട്ട് മടക്കിയിടണം. നമ്മൾ അംബ്രല്ല കട്ടിങ് ഫ്രോക്കൊക്കെ തയ്ക്കില്ലേ, ആ രീതിയിൽ നമുക്കിത് ക്രോസായിട്ട് ഒന്നും കൂടി മടക്കിയിടാം. ഇതുപോലെയാണ് മടക്കിയിടുന്നത്. മടക്കിയിട്ട് കഴിയുമ്പോഴത്തേനും ഇതുപോലെ നമുക്ക് ക്രോസായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ താഴെ ഭാഗം നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ അളവിന് വേണ്ടിയിട്ട് ഞാനൊരു ചുരി ബോട്ടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരി ബോട്ടം നല്ലോണം തേച്ചിട്ട് എടുക്കണം കേട്ടോ. തേച്ചിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ചുരുണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അളവെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിവിടെ തേച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ വേസ്റ്റ് ബാൻഡ് ഇതിൻ്റെ ഈ തയ്യലിൻ്റെ മേളിലേക്കുള്ള ഭാഗം നമുക്കത് ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇപ്പോൾ അടയാളപ്പെടുത്താനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗം അടയാളപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ ലെഗിൻ്റെ ആ സൈഡ് നമുക്കത് ഇതുപോലെ വയ്ക്കാം. താഴെ ഭാഗത്തു നിന്ന് നമുക്ക് തുടങ്ങാം. ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ അളവ് പാൻറ്റിനേക്കാളും കുറച്ച് ചുരുക്കേ ഇവിടെ എടുക്കുന്നുള്ളൂ. കാരണം ഞാനിത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് തയ്ക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഞാനിവിടെ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അത് കുറച്ചിട്ടുള്ള ചുരുക്കേ ഇതിനകത്ത് ഇടണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വേണം ചുരുക്കെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കണേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് മടക്കുഭാഗം ഇതുപോലെ വരണം. നമ്മൾ വെക്കുന്നതും ആ മടക്കുഭാഗമാണ്. ഇത് തയ്യൽ തുമ്പാണ്. നമുക്കിത് കറക്റ്റായിട്ട് വെക്കാം. ഇവിടെ ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മേളിലത്തെ ഭാഗവും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കാം. അപ്പോൾ തേച്ചിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇത് ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് തുണി തികയാതെ ഉണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ മടക്കി വയ്ക്കാം. ഇനി നമുക്ക് താഴെ ഭാഗത്ത് നമുക്ക് അടയാളപ്പെടുത്തണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്കൊന്ന് വലിച്ചു പിടിച്ചിട്ട് അടയാളപ്പെടുത്താം കേട്ടോ. വലിച്ചു പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചിന് മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് എന്തോരം ഉണ്ടോ അത്രയും തന്നെ മേളിലും എടുത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ചെറിയൊരു കർവായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴേന്ന് മുതൽ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 ഇഞ്ച്, താഴെ ഭാഗത്ത് 1/2 ഇഞ്ചും സൈഡിൽ കൂടെ നമുക്കൊരു 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മേളിലേക്ക് വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. പിന്നെ ഈ സൈഡിലും 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നമുക്ക് ഇട്ട് കൊടുക്കാം. മേളിലും നമുക്ക് 1/4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മേളിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്തുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് ഇവിടെ ഒന്നൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ചുരി ബോട്ടം തയ്ക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നമുക്കിവിടെ ഇടയ്ക്കൊക്കെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ക്രോസ് ആയിട്ടല്ലേ നമ്മൾ ഇത് വെട്ടിയേക്കണത്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഭാഗം തുണി തികയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതുപോലെ ഈ വെട്ടിയ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അത് പിന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ബാക്കി വന്ന ഭാഗത്തു നിന്ന് നമുക്ക് വേസ്റ്റ് ബാൻഡിനായിട്ട് എടുക്കണം.
അപ്പോൾ വേസ്റ്റ് ബാൻഡിൻ്റെ നീളവും ഇതിൻ്റെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അതും കൂടി കൂട്ടിയുള്ള ലെങ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുണി എങ്ങനെ വെച്ചാലാണ് കിട്ടണമെന്ന് നോക്കിയിട്ട് വേണം ഇത് മടക്കി ഇടാനായിട്ട്. ഇപ്പോൾ എനിക്കിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണിത് കിട്ടണത്. അപ്പോൾ അതുപോലെ ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ മറ്റേ ചുരിദാറിൻ്റെ പാൻ്റ് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ താഴെ ഭാഗത്തൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് മേളിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ അത് അടയാളപ്പെടുത്താനായിട്ട്. നമുക്ക് ഇത്രയും ഭാഗവും കൂടി ഒന്ന് എടുക്കണം, കാരണം തയ്യൽ തുമ്പും എല്ലാം വേണമല്ലോ. അപ്പോൾ അത്രയും ഭാഗം കൂടി അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മേളിൽ നമുക്ക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇടണം, കാരണം മടക്കി അടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് മേളിൽ വേണം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ വീതി എടുത്തിട്ടുണ്ട്. നമുക്കത് ജോയിൻ ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് മറ്റേ തുണി വെച്ച് നോക്കിയിട്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് പീസ് ജോയിൻ ചെയ്യാനുണ്ട്. അവിടെ തികഞ്ഞില്ലല്ലോ. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതിന് ഞാനിപ്പോൾ 4 പീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 പീസ് ഞാൻ ഇത്തിരി വീതിക്ക് നീളത്തിലൊക്കെ എടുത്തേക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി അത് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ തുമ്പൊക്കെ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് തികയാതെയൊക്കെ വരും. അപ്പോൾ അത് കാരണമാണ് ഞാനിവിടെ കുറച്ച് നീളത്തിലും വീതിയിലൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നല്ല വശവും കൊണ്ട് നമുക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഏത് ഭാഗമാണെന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് കാരണം ഇതുപോലെ പിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ 4 പീസിൽ നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 4 പീസിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭാഗം തമ്മിൽ യോജിപ്പിച്ചിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് തയ്ച്ചു തുടങ്ങാം. ഇനി തയ്ച്ച ഭാഗം നമുക്കൊന്ന് പതിച്ചടിക്കണം. അപ്പോൾ നല്ല വശത്ത് എടുത്തിട്ട് നമുക്കതൊന്ന് പതിച്ചടിക്കാം. ഇതുപോലെ തന്നെ എല്ലാ പീസും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ പീസും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ തുണിയുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇതുപോലെ വെച്ചിട്ടത് മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ 2 പീസും കൂടി നിവർത്തിയിടാം. ഇത് കണ്ടോ. ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഈ വശവും തയ്ക്കണം. ഇവിടെയും തയ്ക്കണം, ഇപ്പുറത്തെ വശത്തും നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പം നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒന്നിച്ചിടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2 വശവും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ നടുഭാഗത്ത് പിടിച്ചത് ഇതുപോലെ എടുത്തിടണം. ഇത് കേട്ടോ. തയ്ച്ച ഭാഗങ്ങൾ ജോയിൻ ചെയ്ത ഭാഗങ്ങൾ രണ്ടും ഇതുപോലെ വരണം. നമുക്ക് താഴെ ഭാഗം മടക്കി അടിക്കണം. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അത് ഒരു 1/4 ഇഞ്ച് മടക്കുക. എന്നിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് നമുക്ക് ഇത് തയ്ച്ചെടുക്കാം. അത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വലിച്ചു പിടിച്ച് മടക്കരുത്. അപ്പോൾ നമുക്കത് പിടിച്ച് മടക്കിയിട്ട് നമുക്ക് നടുഭാഗത്തൊരു പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വലിഞ്ഞു പോകാതിരിക്കും. നമുക്ക് 2 ഭാഗവും നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. നമുക്കിത് തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളത് നോട്ട്സ് ഇട്ട് കൊടുത്ത ഭാഗം നമുക്കിത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് ഇവിടെയും കറക്റ്റായിട്ട് വയ്ക്കുക. നമ്മൾ ആ തയ്ച്ച ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലായിടത്തും നമുക്ക് തയ്ച്ചെടുക്കാം.
അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലത്തെ വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കണം. അപ്പോൾ ആ വേസ്റ്റ് ബാൻഡിനുള്ള തുണി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമുക്കിവിടെ 1 ഇഞ്ച് വിട്ടിട്ട് നമുക്കത് തയ്ച്ചെടുക്കാം. അടുത്ത പീസും കൂടി നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പം നല്ല വശവും കൂടി വെച്ചിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് പതിച്ചടിക്കണം. അതിന് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ ഒരു മടക്കോടെ മടക്കി നമുക്ക് അത് പതിച്ചടിക്കാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചരട് ഇട്ട് കഴിയുമ്പോഴത്തേനും അത് കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് നൂലൊക്കെ വലിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം നമുക്ക് 2 മടക്ക് മടക്കിയിട്ട് നമുക്കത് തയ്ച്ചെടുക്കാം, പതിച്ചടിക്കാം. അതുപോലെ തന്നെ ഈ സൈഡും കൂടി അടിച്ചെടുക്കുക ഇതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വീതി നോക്കാം. ഇത്തിരി വീതി കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അളവ് പാൻറ്റ് എടുത്തിട്ട് നമുക്കതിൻ്റെ വീതി നോക്കി അതനുസരിച്ച് അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ. നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇവിടുന്ന് മേളിൽ നിന്ന് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ നിന്ന് വേണം നമുക്ക് തയ്ച്ച് തുടങ്ങാനായിട്ട്. ഇത് 2 സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഭാഗം നമുക്കൊന്ന് മടക്കിയടിക്കാം. 2 മടക്ക് മടക്കണേ. ഇതുപോലെ നമുക്ക് 2 വശവും തയ്ച്ചെടുക്കാം. നമുക്ക് 1.5 ഇഞ്ചിൽ മേൽഭാഗം മടക്കിയടിക്കണം. നമ്മൾ ചരട് ഇടുന്ന ഭാഗമാണ്, അത് നമുക്ക് മടക്കിയടിക്കാം. നമുക്കത് ഈ ഭാഗം അങ്ങനെ പിടിച്ചിട്ട് ഇത് കണ്ടോ, ഇവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ നോട്ട്സ് ഇട്ട ഭാഗവും നമ്മൾ ആ തയ്ച്ച ഭാഗവും കൂടി കൂട്ടി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ പിടിച്ചിട്ട് അവിടെയും ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തയ്ച്ച് വെച്ച ഭാഗവും കൂടി എടുത്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് വെച്ച് തയ്ച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ബാൻഡ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നല്ല വശവും കൂടി ചേർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ആ തയ്ച്ച് ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് തമ്മിൽ നമ്മൾ ചരട് ഇടുന്ന ഭാഗവും ഇവിടുത്തെ ഈ ഭാഗത്ത് ജോയിൻ ചെയ്ത ഭാഗവും കൂടി നമുക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകില്ല, അല്ലെങ്കിൽ തയ്ക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഭാഗം നോക്കണം. ഇതിവിടെ നമ്മൾ നോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ തയ്ച്ച് ജോയിൻ ചെയ്ത ഭാഗവും കൂടി നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കാം. ഇനി ഈ 2 സൈഡിലും അതുപോലെ തന്നെ പിൻ ചെയ്ത് വെക്കണം. ഇതുപോലെ പിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ തെറ്റിപ്പോവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് പിൻ ചെയ്ത ഭാഗത്ത് നമുക്ക് തയ്ച്ച് തുടങ്ങാം. അപ്പോൾ തയ്ച്ച് തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ പിൻ ചെയ്ത ഭാഗം നമുക്കങ്ങ് പിടിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ഞൊറിവിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലാണ് ഞൊറിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പിടിച്ച് തയ്ക്കണം. ഇപ്പോൾ ഞാനിത് ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ടാണ് ഞൊറിവിട്ടേക്കണേ കേട്ടോ.
ഇപ്പോൾ ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് പതിച്ചടിക്കാം കേട്ടോ. ഇതിങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് ഇത് നല്ല ഭാഗത്ത് വെച്ചിട്ട് പതിച്ചടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് ചരടിട്ട് കൊടുക്കണം. അപ്പോൾ ചുരി പാൻറ്റ് തയ്ക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.